രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ അത്യാധുനികമായ ആകാശക്കരുത്ത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. ഡെസേർട്ട് തണ്ടർ അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്ര എന്ന് പേരിട്ട ഈ അഭ്യാസ പ്രകടനത്തിൽ താരം മറ്റാരുമല്ല, ബോയിങ് AH-64 അപ്പാച്ചി അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ്. ആകാശത്തെ ടാങ്ക് എന്ന് വിശേഷിക്കപ്പെടുന്ന അപ്പാച്ചകൾ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തെറിയുന്നത് ലോകം അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. എന്താണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രത്യേകത? അപ്പാച്ചകൾ ഇന്ത്യൻ സൈന്യത്തിന് നൽകുന്ന മേൽക്കൈ എന്താണ്? നമുക്ക് നോക്കാം. അപ്പാച്ചി AH-64 വെറും ഒരു ഹെലികോപ്റ്റർ അല്ല, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കോർത്തിണക്കിയ ആകാശത്തെ ഒരു കരുത്തുറ്റ യുദ്ധക്കപ്പലാണ്. ഈ അഭ്യാസ പ്രകടനത്തിൽ ശത്രുവിന്റെ കവചിത വാഹനങ്ങളെയും ടാങ്കുകളെയും തകർക്കാൻ ശേഷിയുള്ള AGM-114 ഹെൽഫയർ മിസൈലുകൾ, കൂട്ടമായി എത്തുന്ന ശത്രുക്കളെ തുരത്താൻ ഉപയോഗിക്കുന്ന 70mm ഹൈഡ്രൈ റോക്കറ്റുകൾ, പൈലറ്റിന്റെ ദൃഷ്ടി ചലിക്കുന്നതനുസരിച്ച് സ്വയം തിരിയുന്ന 30mm M230 ചെയിൻ ഗൺ എന്നിവയുടെ സംഹാരശേഷി ഇന്ത്യ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. പൊക്രാനിലെ ദുർഘടമായ മണൽപ്പരപ്പിൽ ഓരോ ലക്ഷ്യസ്ഥാനവും 100% കൃത്യതയോടെയാണ് നമ്മുടെ സൈന്യം തകർത്തത്. കൂടാതെ രാത്രിയിലും ഏത് പ്രതികൂല കാലാവസ്ഥയിലും ശത്രുവിനെ നിഴൽ പോലെ പിന്തുടർന്ന് വേട്ടയാടാൻ സഹായിക്കുന്ന ലോങ് ബോ ഫയർ കൺട്രോൾ റഡാർ അപ്പാച്ചയെ യുദ്ധഭൂമിയിലെ അജയ്യനായ പോരാളിയാക്കി മാറ്റുന്നു. വെറുമൊരു വെടിക്കെട്ട് പ്രദർശനമായിരുന്നില്ല ഇത്. നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ എന്ന അത്യാധുനിക രീതിയിലാണ് ഈ ഡ്രില്ല് നടന്നത്. അതായത് ആകാശത്തെ അപ്പാച്ചയും താഴെയുള്ള പീരങ്കികളും ടാങ്കുകളും തത്സമയം വിവരങ്ങൾ കൈമാറുന്ന സാങ്കേതിക വിദ്യ. അപ്പാച്ചെ 451 സ്ക്വാഡ്രൺ കമാൻഡിംഗ് ഓഫീസർ കേണൽ വിക്രാന്ത് ശർമ്മ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ പൂർണ്ണമായും ഇന്ത്യൻ ആർമിയുടെ ലാൻഡ് ഫോഴ്സുകളുടെ നിയന്ത്രണത്തിലാണ്. ശത്രു ഡ്രോണുകൾ, ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് എന്നിവയെ തകർക്കാനും ഒരേ സമയം കരസേനയ്ക്ക് ശക്തമായ ബാക്കപ്പ് നൽകാനും അപ്പാച്ചെ സഹായിക്കും. ഇന്ത്യൻ നിർമ്മിതമായ പ്രചണ്ഡ്, രുദ്ര എന്നിവയ്ക്കൊപ്പം അപ്പാച്ചെ കൂടി ചേരുന്നതോടെ ഇന്ത്യൻ കരസേനയുടെ വ്യോമ വിഭാഗം ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഒന്നായി മാറിയിരിക്കുകയാണ്. ഈ 10 മിനിറ്റിലെ പ്രകടനത്തിന് പിന്നിൽ മാസങ്ങളുടെ കഠിനാധ്വാനമുണ്ട്. സൈനികർ അത്യാധുനിക സിമുലേറ്ററുകളിൽ മണിക്കൂറുകളോളം പരിശീലനം നടത്തിയിരുന്നു. കൂടാതെ പൈലറ്റും ടെക്നീഷ്യനും തമ്മിലുള്ള കെട്ടുറപ്പാണ് ഇതിന്റെ വിജയരഹസ്യമെന്ന് പൈലറ്റ് ലഫ്റ്റനന്റ് കേണൽ ക്ഷിതിജ് ഗോയൽ ഓർമ്മിപ്പിക്കുന്നു. മെയിൻ്റനൻസ് ടീമുകൾ ഓരോ സ്ക്രൂവും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് പൈലറ്റുമാർ മിസൈലുകൾ ഫയർ ചെയ്യുന്നത്. സാങ്കേതിക മികവും സൈനികരുടെ നിശ്ചയദാർഢ്യവും ഒത്തുചേർന്നപ്പോഴാണ് ബ്രഹ്മാസ്ത്ര പൂർണ്ണ വിജയമായത്. ചുരുക്കത്തിൽ രാജസ്ഥാൻ മരുഭൂമിയിൽ മുഴുകിക്കേട്ട ആ ഗർജനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു പുതിയ യുഗത്തിന്റെ വിളംബരമാണ്. ഡെസേർട്ട് തണ്ടർ വെറും ഒരു അഭ്യാസ പ്രകടനമല്ല, മറിച്ച് ആധുനിക സാങ്കേതിക വിദ്യയും സൈനികരുടെ നിശ്ചയദാർഢ്യവും ഒന്നു ചേർന്നുമ്പോൾ ഇന്ത്യൻ ആർമി കൈവരിച്ച അജയ്യമായ കരുത്തിന്റെ തെളിവാണ്. ഏത് സമയത്തും ഏത് പ്രതികൂല സാഹചര്യത്തിലും ശത്രുവിനെ കടന്നാക്രമിക്കാനും രാജ്യത്തെ സംരക്ഷിക്കാനും നാം ഇന്ന് സജ്ജമാണെന്ന് പൊക്രാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ആകാശത്തെ ഈ ബ്രഹ്മാസ്ത്രങ്ങൾ നമ്മുടെ സൈനികരുടെ കരങ്ങൾക്ക് കൂടുതൽ കരുത്തേകുമെന്നതിൽ സംശയമില്ല. ഭാരതത്തിന്റെ സുരക്ഷാ കവചം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ കാഴ്ച ഓരോ ഭാരതീയനും നൽകുന്ന അഭിമാനം ചെറുതല്ല.